ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് കനോണിൻ്റെ പിക്സിമ G3730 എന്ന പ്രിൻ്ററിൽ എങ്ങനെ ഹെഡ് ചേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ പുതിയൊരു ഹെഡ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ മോഡൽ പ്രിൻ്ററിന് രണ്ട് ഹെഡാണ് വരുന്നത്. ബ്ലാക്കിൻ്റെ ഒരു ഹെഡും കളറിൻ്റെ ഒരു ഹെഡും. അതാണ് BC എന്നുള്ളത് കൊടുത്തിട്ടുള്ളത്. ഹെഡ് മാറ്റാൻ വേണ്ടി നമ്മൾ ഈ സ്കാനർ മൊഡ്യൂൾ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ കാരേജ് നേരെ നമ്മുടെ സെൻറ്ററിൽ വന്ന് നിൽക്കുന്നത് കാണാൻ സാധിക്കും. അവിടെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും CB എന്ന് എഴുതിയത്. കാരേജിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്യുന്നു, കാണാൻ സാധിക്കും CB എന്നുള്ളത്. C പറഞ്ഞാൽ കളർ, B പറഞ്ഞാൽ ബ്ലാക്ക്. അപ്പോൾ ആദ്യം ഞാൻ ബ്ലാക്ക് ഹെഡാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. പാക്കിംഗ് ഓപ്പൺ ചെയ്യുന്നു. ഈ ഹെഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും രണ്ട് ഓറഞ്ച് സ്റ്റിക്കർ ഉണ്ട്. മസ്റ്റായിട്ട് ഈ ഓറഞ്ച് സ്റ്റിക്കർ റിമൂവ് ചെയ്യണം. അതിനുശേഷം മാത്രമേ ഹെഡ് വെക്കാൻ പാടുള്ളൂ. ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ നേരെ നമ്മൾ ആ ഓറഞ്ച് കളർ സ്റ്റിക്കർ റിമൂവ് ചെയ്തിട്ടുണ്ട്. നേരെ B എന്ന് എഴുതിയ സ്ലോട്ടിലോട്ട് കറക്റ്റായിട്ട് ഈ ബ്ലാക്ക് ഹെഡ് വെക്കുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ കളർ ഹെഡ് എടുക്കുന്നു. കളർ ഹെഡും അതേപോലെ പാക്ക് ഓപ്പൺ ചെയ്യുന്നു. ബോക്സിനകത്തു നിന്നും നമ്മൾ ഹെഡ് പുറത്തോട്ട് വെക്കുന്നു. ആ കളർ ഹെഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും രണ്ട് ഓറഞ്ച് കളർ സ്റ്റിക്കർ ഉണ്ട്. മസ്റ്റായിട്ട് ഇത് റിമൂവ് ചെയ്യണം. അത് റിമൂവ് ചെയ്യാതെ ഒരിക്കലും ഹെഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ പാടില്ല. ആ സ്റ്റിക്കർ റിമൂവ് ചെയ്തതിന് ശേഷം കറക്റ്റ് ആ C എന്ന് എഴുതിയ ആ ഒരു സ്ലോട്ടിലോട്ട് കറക്റ്റായിട്ട് നമ്മൾ കളർ ഹെഡും വെക്കുന്നു. എന്നിട്ട് കാരേജിൻ്റെ ടോപ്പ് ക്ലോസ് ചെയ്യണം. അതിനുശേഷം സ്കാനർ മൊഡ്യൂൾ ക്ലോസ് ചെയ്യുക. ചെറിയൊരു ലോഡിങ് കാര്യങ്ങളുണ്ടാവും. സ്കാനർ മൊഡ്യൂൾ ക്ലോസ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ഹെഡിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നുള്ളതാണ് ഈ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് എന്നുള്ള ബട്ടൻ്റെ താഴെ ഒരു ഓറഞ്ച് ഒരു വാണിംഗ് മെസ്സേജ് ഉണ്ട്. അവിടെ വാണിംഗ് മെസ്സേജ് വരുന്നതാണ്. അതല്ല കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ പവർ ലൈറ്റ് സ്റ്റഡി ആയി നിൽക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് മാറ്റാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള കനോണിൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ വിളിച്ച് അവരുടെ ടെക്നീഷ്യൻ വന്നാണ് നിങ്ങൾക്ക് ചെയ്ത് തരുന്നതാണ് ഈ കാര്യങ്ങളെല്ലാം. ഓക്കെ, അപ്പോൾ ഇതേപോലെ വീഡിയോ ഒന്ന് കണ്ടു നോക്കി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇഷ്ടം വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.